വിയറ്റ്നാമിൽ വന്നത് മുതൽ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു ഗോൾഡൻ ബ്രിഡ്ജ് കാണുക എന്നുള്ളത്. ഇപ്പോൾ അതാ ഞാനിപ്പോൾ ഉള്ളത് ഗോൾഡൻ ബ്രിഡ്ജിൻ്റെ മുകളിലാണ്. ശരിക്കും നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കേബിൾ കാറിലൂടെയുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള യാത്രയ്ക്ക് ശേഷം ഞങ്ങളങ്ങനെ ബനാ ഹിൽസിലെത്തി. പക്ഷേ മോൾ അപ്പോഴത്തേക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് കൂടുതൽ ടൈം ഞങ്ങൾ കേബിൾ കാറിലായിരുന്നു ഉണ്ടായിരുന്നത്. കുറേ കാഴ്ചകളൊക്കെ കണ്ട് അവൾ മെല്ലെ അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ അവൾ എടുത്ത് നടക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എന്തായാലും ഇവിടെ എത്തിയതിൻ്റെ സന്തോഷമാണ് എനിക്കിപ്പോൾ ഉള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവിടേക്കുള്ള ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല ആളുകളുണ്ടായിരുന്നു. നല്ല തിരക്കുള്ള ദിവസമായി പോയി ഞങ്ങൾ ഇവിടത്തേക്ക് വന്നത്. പൊതുവേ ഈ ഒരു ബനാ ഹിൽസിൽ പൊതുവേ നല്ല തിരക്കാണ്. കുറേ സ്റ്റോറുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു മോൾ ഉറങ്ങിയത് നന്നായി, അല്ലെങ്കിൽ അവിടെയുള്ള സാധനം മുഴുവൻ അവൾ എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചേനെ. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു ബനാ ഹിൽസിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. ഞങ്ങൾ ആദ്യം പോയത് ഗോൾഡൻ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ്. നല്ല തിരക്കായിരുന്നു, പോരാത്തതിന് നല്ല കോടയും നല്ല മഞ്ഞുണ്ടായിരുന്നു. ശരിക്കും നമുക്ക് കാണാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് നല്ല സങ്കടമായി. കാരണം നമ്മൾ ആഗ്രഹിച്ച് ഇവിടെ വന്നിട്ട് ഇത്രയും കോടയായപ്പോൾ ചെറിയൊരു സങ്കടം അതെന്തായാലും ഉണ്ടാവുമല്ലോ. കാരണം ആഗ്രഹിച്ച് നമ്മളൊരു സ്ഥലത്ത് വന്നിട്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ശരിക്കും നല്ലപോലെ ഈ ഒരു പ്ലേസ് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോൾ അപ്പോഴും നല്ല ഉറക്കമായിരുന്നു. ഞാൻ കുറേ എഴുന്നേൽപ്പിക്കാനൊക്കെ നോക്കി അവൾക്ക് ഈ ഒരു കാഴ്ചയൊക്കെ കാണിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവൾ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനും കരുതി എന്തായാലും കുറച്ച് നേരം നമ്മളവിടെ ഉണ്ടാവുമല്ലോ, അതുവരെ മോൾ കുറച്ച് നേരം ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. കുറേ പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്തു. ബനാ ഹിൽസിലെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള വിയറ്റ്നാമിലെ വിശേഷങ്ങൾ കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.